ചെറിയ ക്ലാസ്സുകളിലൊക്കെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ട് മതിയായിരിക്കും അവർക്ക് ഈ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ. പക്ഷേ അഡോളസെൻ്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പേരൻസും ടീച്ചേഴ്സും സപ്പോർട്ട് കൊടുത്താൽ പോലും അവർക്ക് ഈ ഉത്കണ്ഠയെ ആകുലതയെ ഓവർകം ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും, പക്ഷേ ഇവർ IQ-ൽ വളരെ മുന്നിലാണെങ്കിലും ഇവർക്ക് വൈകാരിക ബുദ്ധി EQ-ൽ കുറച്ച് പിന്നിലാകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ഇത് പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ആരെങ്കിലും അങ്ങനെ ആൻഷ്യസ് ആയിട്ട് ഓവർ തിങ്കിങ് ഉണ്ട്, OCD ഉണ്ട്, ഇതൊക്കെ ഇന്ന് കോമൺ ആണ് കേട്ടോ. നിങ്ങളുടെ പെർഫോമൻസിനെ, അത് എക്സാമിലുള്ള പെർഫോമൻസിനെ മാത്രമല്ല മറ്റേത് പെർഫോമൻസിനെയും ബാധിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അത് മാറ്റിയെടുക്കാൻ, കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ മാറ്റിയെടുത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകളിലേക്ക് അത് നിങ്ങളെ എത്തിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര അതിനകത്ത് മെറിറ്റ് ഓറിയൻറ്റഡ് ആയാലും, നിങ്ങൾക്ക് എത്ര അറിവുണ്ടെങ്കിലും അത് നിങ്ങളുടെ പെർഫോമൻസിനെയും റിസൾട്ടിനെയും ബാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. അത് പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് 100% ഓക്കെ ആക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാവരും ഒരു ബെറ്റർ റിസൾട്ടിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു.